ശ്രേയ അതും ഈ നേരത്ത്. സിത്തു തലക്കും കൈയും കൊടുത്തു നിന്നു. വരവിലും അവളുടെ നിൽപ്പിലും പന്തികേട്. നല്ല ബിയറിൻ്റെ മണവും. സ്ട്രോങ് ബിയറാ. കഴിച്ചിട്ട് ഈ ശ്രേയക്ക് മറ്റേതിൻ്റെ അത്ര കിക്ക് പോരാ സിത്തു. ശ്രേയ വാതിൽ തൂങ്ങി പിടിച്ച് പറഞ്ഞു. ശ്രേയ, നീ മുറിയിലേക്ക് പോ, നാളെ സംസാരിക്കാം. പറ്റില്ല, എനിക്കിപ്പോൾ ഇവിടെ വെച്ച്. സിത്തു മറന്നു. അല്ല, മറന്ന പോലെ നടിച്ചു. എൻ്റെ ബർത്ത്ഡേ ഞാൻ ഒറ്റയ്ക്ക്. മുന്നേ മിയ കാണുമായിരുന്നു എന്നവള് കെട്ടിപ്പോയില്ലേ. ഇനി എന്നെ ഓർക്കാൻ എവിടുന്ന് നേരം. സിത്തു, ഞാൻ പ്രതീക്ഷിച്ചു സിത്തു വരുമെന്ന് കരുതി കാത്തിരുന്നു. എൻ്റെ കേക്ക് അവിടെ ആർക്കും വേണ്ടാതെ ഇരിപ്പുണ്ട്. ശ്രേയ, അതെനിക്കൊരബദ്ധം പറ്റി. പക്ഷേ ഇപ്പോൾ നമുക്ക് അതേക്കുറിച്ച് മിണ്ടണ്ട. നോക്ക്, ആളുകൾ എല്ലാവരും ഉറക്കമായി. നീ അവരെ ഉണർത്തല്ലേ. അവരെന്തെങ്കിലും പറയും. പ്ലീസ് നീ പോ ശ്രേയ. ഇല്ല, ഞാൻ അവിടെ വന്നിരുന്നോട്ടെ. എന്നിട്ട് എനിക്ക് പറയാനുള്ളത് മുഴുവൻ സിത്തു കേൾക്കണം. ആർക്കും പ്രതീക്ഷ കൊടുക്കരുത് സിത്തു. പറയണം, അപ്പോളേ പറയണം. എനിക്ക് വരാൻ പറ്റില്ല എന്ന് ശ്രേയ. എന്ന് പറ്റിച്ചില്ലേ എന്നെ? ശ്രേയ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ചെല്ല്, റൂമിലേക്ക് പോ. ഇല്ല, ഞാൻ പോവില്ല സിത്തു. സിത്തുവിന് ദേഷ്യം കൊണ്ട് മുഖം വീർപ്പിച്ചു. നല്ല പേര് കളയും ഇവളായിട്ട്. സിത്തു വാതിലങ്ങ് കൊട്ടിയടച്ചു. ഇവള് നന്നാവില്ല. ഒരുപാട് ഉപദേശിച്ചതാ ഇവിടെ താമസിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ. എന്നിട്ട് വന്ന് നിൽക്കുന്ന അവസ്ഥ കണ്ടില്ലേ. കിടന്ന് കൊട്ടട്ടെ. കൈയും വായയും കുയങ്ങുമ്പോൾ പൊയ്ക്കോളും. സിത്തു ലൈറ്റ് ഓഫാക്കി കിടന്നു. ശ്രേയ ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി വാതിലിൽ മുട്ടി എന്തൊക്കെയോ പറഞ്ഞു വിളിച്ചു. സിത്തു തലയണിയോടെ ചെവി ചേർത്ത് കിടന്നു. പിന്നെ എപ്പോഴോ അവൾ പോയതെന്ന് ഓർമ്മയില്ല. ഉറക്കത്തിലേക്ക് സിത്തു വീഴുകയും ചെയ്തു. പിറ്റേന്ന് ശ്രേയ ഉണർന്നപ്പോൾ എല്ലാ തവണയും കുടിച്ച് ബോധം പോയി പിന്നെ ബോധമുണ്ടാകുമ്പോൾ പൊട്ടിമുളയ്ക്കുന്ന കുറ്റബോധം പേറി നിശബ്ദയായിരുന്നു. എന്തൊക്കെയോ സിത്തുവിനോട് താൻ പറഞ്ഞു. സിത്തു ഇനി എങ്ങനെ തന്നോട് പെരുമാറുമെന്നാവോ. സിത്തുവിനെ ഫേസ് ചെയ്യാൻ ശ്രേയക്ക് മടി തോന്നി. സിത്തു പോകാൻ നേരം ശ്രേയ മുറിക്ക് പുറത്തിറങ്ങി. സിത്തു ഇറങ്ങിയിട്ടില്ല. ശ്രേയ നഖം കടിച്ചു നിന്നു. പിന്നീട് സിത്തു ബാഗും തൂക്കി ഇറങ്ങി. ബൈക്കിനടുത്തേക്ക് നടന്നു പോകുന്നത് കണ്ട് ശ്രേയ ഓടിച്ചെന്നു. മുന്നിൽ വന്ന് നിൽക്കുന്ന ശ്രേയയെ കണ്ടിട്ട് കാണാത്ത മട്ടിൽ മുഖം എടുത്ത് കയറ്റിപ്പിടിച്ച് സിത്തു ബൈക്ക് ഓടിച്ചു. പോയപ്പോൾ ശരിക്കും ശ്രേയക്ക് സങ്കടം വന്നു. സിത്തുവിന് നല്ല ദേഷ്യമുണ്ട്. അന്ന് റെസ്റ്റോറൻറ്റിൽ പോകാൻ ശ്രേയക്ക് മനസ്സ് വന്നില്ല. വിളിച്ചു പറഞ്ഞു ലീവെടുത്തു. സിത്തുവിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് കരുതി കോൾ ചെയ്തു. എന്നാൽ സിത്തു അറ്റൻഡ് കൂടി ചെയ്തതോടെ ശ്രേയയുടെ സങ്കടം ഇരട്ടിച്ചു. വൈകിട്ട് സിത്തു വരുന്നതുവരെ ശ്രേയ അവിടെ നിന്നു എങ്ങോട്ടും പോയില്ല. സിത്തു വരാൻ സമയമായപ്പോൾ അവൻ്റെ മുറിയുടെ അരികിലായി വന്നു നിന്നു. ദൂരെ നിന്നും സിത്തു വരുന്നത് കണ്ടപ്പോൾ സംസാരിക്കാനായി ശ്രേയ തയ്യാറായി നിന്നു. ബൈക്ക് നിർത്തി സിത്തു താക്കോലിന് ചുയറ്റി ശ്രേയയോട് ചോദിച്ചു. എന്താ ഈ നിൽപ്പിൻ്റെ അർത്ഥം? അത് പിന്നെ സിത്തു, ഞാൻ ഇന്നലെ എടോ സോറി, എനിക്ക് ഒരബദ്ധം പറ്റി. അറിയാം സിത്തുവിൻ്റെ മാനസികാവസ്ഥ. പക്ഷേ എനിക്ക് പെട്ടെന്ന് അങ്ങനെ പറ്റിപ്പോയി സിത്തു. മനഃപൂർവ്വമല്ല. എൻ്റെ ശ്രേയെ, തനിക്ക് നാണമില്ലേ കുടിച്ച് പിന്നെ ബോധമില്ലാതെ ഓരോന്ന് വന്ന് പറയാൻ? ഇത് നമ്മുടെ സ്വന്തം വീടൊന്നുമല്ല. ഇവിടെ വേറെ ആളുകൾ താമസിക്കുന്ന സ്ഥലമാ. ഇത്തിരിയെങ്കിലും ബോധമുണ്ടെങ്കിൽ ആ സമയത്ത് വന്ന് എടോ താനൊരു പെൺകുട്ടിയല്ലേ. സോറി സിത്തു, എൻ്റെ അവസ്ഥ സിത്തു ഒന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലായി. അതെൻ്റെ തെറ്റാ. അതിന് ഞാൻ രാവിലെ സോറി പറയാനിരിക്കുകയായിരുന്നു. പക്ഷേ അതിനു മുമ്പ് താൻ എൻ്റെ മൂഡ് കളഞ്ഞില്ലേ. തന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഒരുപാട് കാര്യങ്ങൾ. അതൊന്നും തനിക്ക് അനുസരിക്കാൻ പറ്റില്ല. തനിക്ക് തന്നെയാ ഇതിനൊക്കെ കുഴപ്പം വരാൻ പോണേ. സിത്തു, എന്നോട് ക്ഷമിക്ക്. എന്നൊരു വാക്ക് പ്ലീസ്. ശരി, താൻ റൂമിലേക്ക് പോയിക്കോ. എനിക്ക് നല്ല ക്ഷീണം, ഒന്ന് കിടക്കട്ടെ. ശരി സിത്തു. ശരിയെന്ന് പറഞ്ഞുവെങ്കിലും സിത്തുവിൻ്റെ ദേഷ്യം ശരിക്കൊന്നും മാറിയില്ലെന്ന് ശ്രേയക്കറിയാം. എന്നാലും സിത്തു ഒന്നയഞ്ഞല്ലോ, അതായാലും മതി. ശ്രേയ മുറിയിലേക്ക് പോന്നു. പിറ്റേന്ന് സിത്തു ഉണരും മുന്നേ വാതിൽ മുട്ടി തുടങ്ങി. സിത്തു കണ്ണു തുറന്ന സമയം നോക്കി. 7 മണി. ശ്രേയ വെളുപ്പിന് കൂടി തുടങ്ങിയേ എന്ന് പുച്ഛത്തോടെ സിത്തു ചിന്തിച്ചു. ഈ പെണ്ണ് എത്ര പറഞ്ഞാലും നേരാവില്ലെന്ന് തോന്നുന്നു. സിത്തു ഡോർ തുറന്നു.
കൂളായി നിന്ന് ശ്രേയക്കിട്ട് 2 കൊടുക്കാമെന്ന് വെച്ച് വായ് തുറന്നതും സിത്തു ഞെട്ടിപ്പോയി. സിത്തു, ഞാൻ എത്തിപ്പോയി. മുന്നിൽ ഇളിച്ചു നിൽക്കുന്ന ഋഷി. ഒരു നിമിഷം ഷോക്കടിച്ച പോലെ നിന്നു. സിത്തുവിൻ്റെ തുറന്ന വായ അടച്ചു വെച്ച് ഋഷി മുഴുവൻ പല്ലും കാട്ടിച്ചിരിച്ചു. എന്താ വവ്വാലേ നീ ചിരിക്കുന്നത്? എടാ, നിന്നോടാരാ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞത്? ആരും പറഞ്ഞില്ല. എനിക്ക് തോന്നി വരാൻ. അവിടെ നിന്ന് ഒരു സമാധാനമില്ല. ഋഷി നെറ്റിയിൽ വിയർപ്പ് പിഴിഞ്ഞ് കളഞ്ഞുകൊണ്ട് തിരിഞ്ഞപ്പോൾ നേരെ ബുഷ് ചെടികൾക്കിടയിൽ ശ്രേയ നിന്ന് പല്ല് തേക്കുന്നു. അവളെ കണ്ടപ്പോൾ ഋഷി ഹായ് കൊടുത്തു. കൂളായി തിരിഞ്ഞ് സിത്തുവിനെ നോക്കി. പെട്ടെന്ന് കത്തിയെപ്പോലെ ശ്രേയയെ വീണ്ടും തിരിഞ്ഞു നോക്കി. സിത്തു, ഇതല്ല അവളല്ലേ? സിത്തു കയ്യും കെട്ടി വായും പൂട്ടി നിന്നു. എടാ, ഇത് കാണാതെ പോയ ശ്രേയയല്ലേ? ഇവളെങ്ങനെ ഇവിടെ? ദേ, ആ കാണുന്ന മുറിയിൽ അവളാ താമസം. ഓഹോ, ഇപ്പം പിടികിട്ടി എന്നോട് വരണ്ട വരണ്ട പറയുന്ന കാര്യം. എടാ പ്രേമവീര, അപ്പോൾ എല്ലാം ഡ്രാമ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ വെച്ച് നിൻ്റെ അമ്മയെ വിളിച്ച് ഞാൻ ശരിയാക്കി തരാടാ. എൻ്റെ പനിയുണ്ടാവാ എനിക്കിങ്ങോട്ട് വരാൻ തോന്നിയത്. എടാ ഋഷി, നിനക്ക് പിടിയളകിയാ? ഇങ്ങോട്ട് വാ. സിത്തു ഋഷിയെ പിടിച്ചകത്തേക്ക് കയറ്റി വാതിലടച്ചു. എന്തിനാ ലോക്ക് ചെയ്തത്? വരട്ടെ, അവളെയും കൂടി വിളിച്ചു ചേർത്ത് നിർത്തി. എനിക്ക് ചോദിക്കണം. വിളിക്കടാ കാമുകനെ, നിന്റെ കാമുകിയെ. ശ്രേയ, ഡി ശ്രേയേ. ഋഷി, നീ കാര്യമറിയാതെ ചുമ്മാ ഇവിടെ ഇരിക്ക്. ആദ്യം പറയുന്നത് കേൾക്ക്. അവൾ ഇവിടെ താമസിക്കാൻ വരുന്ന വിവരമൊന്നും എനിക്കറിയില്ലെന്ന്. നിന്നെപ്പോലെ ഞാനും ഇവിടെ വെച്ചാ അവളെ കാണുന്നേ. അല്ലാതെ നീ വിചാരിക്കും പോലെയല്ല. ഉരുളും നീ കിടന്നുരുളും. ഹോ, ഇപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു അഭിമാനം തോന്നുന്നു. ലോക ഫ്രോഡ് ഞാനാണെന്ന് കരുതിയിരുന്നത്. സിത്തു, നീ അതല്ലെന്ന് തെളിയിച്ചു. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഋഷിയുടെ കോളറിന് വലിച്ചു സിത്തു അവിടെ ഇരുത്തി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. ഓഹോ, അപ്പോൾ അങ്ങനെയാണോ കാര്യങ്ങൾ? അവൾ നിനക്കൊരു പാരയാകും മോനെ. ഇനി കുടിച്ചാൽ ഏത് നട്ടപ്പാതിരക്ക് വന്ന് വരെ അവൾ നിന്റെ കഥകിൽ മുട്ടും. എടാ, ഇപ്പോൾ അവൾ സോറി എന്നൊക്കെ പറയും. പിന്നെ കുടിച്ചാൽ ഈ മൈൻഡൊക്കെ മാറും. ഇനി അവൾ ഇവിടെ വിട്ടു പോയാലും ഇങ്ങോട്ട് വരും. നീ പോയാലും ബാംഗ്ലൂരുണ്ടല്ലോ, കണ്ടുപിടിച്ചു വരും ഒരൊയ്ബാധയെപ്പോലെ. അപ്പോൾ എനിക്ക് ചീത്തപ്പേര് അവൾ ഉണ്ടാക്കി തരുമെന്ന്. പിന്നല്ലാണ്ട്, നീ പറഞ്ഞ പോലെ ബോധമില്ലാണ്ട് അവൾ വന്ന് വാതിൽ കൊട്ടി നിന്നോട് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല പേര് കിട്ടുമോ? അല്ല, നിന്റെ ഒടുക്കത്തെ സെൻറ്റിമെൻറ്റ്സ് എല്ലാത്തിനും കാരണം. അത് നേരാ. അവൾക്ക് ഇത്തിരി വേദനയുള്ള പാസ്റ്റാ. അതാ പിന്നെ ഞാനൊന്നും അറുത്തു മുറിച്ച് പറയാത്തത്. അന്നങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അവളെ കാണാതെയായപ്പോൾ എന്തോരം ടെൻഷൻ അടിച്ചു. ഇനി ഒന്നും പറയില്ല ഞാൻ. ആള് പാവാ, പക്ഷെ കുടിച്ചാ മഹാബോർ. അപ്പോൾ ആ കുടിയാണ് മാറേണ്ടത്. അത് മാറ്റാനുള്ള മാർഗമാണ് സിത്തു വേണ്ടത്. അവളെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായി കാണുന്നുണ്ടെങ്കിൽ ആദ്യം അവളുടെ കുടി മാറ്റാനുള്ള മാർഗമാണ് ആലോചിക്കേണ്ടത് സിത്തു. എന്തായാലും സിത്തു, നീ ഒന്നുകൊണ്ടും വരണ്ട വരണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായി? ഒരു പ്രശ്നം വന്നപ്പോൾ പറയേണ്ടത് തന്നെ ഞാൻ വന്നത് കണ്ടോ? അതാണ് സിത്തു ബ്രോ സ്നേഹം. ഹോ, മതിയടാ മതി. നീ അധികം ഒലിപ്പിക്കണ്ട. നാളെ നീ നോക്കിക്കോ ഈ ഋഷിയുടെ പവർ എന്താണെന്ന്. അപ്പോൾ ഇന്ന് നീ എന്തെടുക്കാൻ പോകുക? തിന്നിവിടെ സുഖിച്ചെൻ്റെ കൂടെ കൂടി അടിച്ചു പൊളിക്കാമെന്ന് കരുതിയല്ലോ. ഇതിന് സത്യം പറയണോ നുണ പറയണോ സിത്തു? നീയൊന്നും പറയണ്ട. എന്നാ ഞാനൊന്ന് കിടക്കട്ടെ, നല്ല ക്ഷീണം. എൻ്റെ ഈശ്വര, എനിക്കൊരു പാരയാവാതിരുന്നാൽ മതി. ശ്രേയ, തന്നെ 2 കസ്റ്റമേഴ്സ് അന്വേഷിക്കുന്നുണ്ട്, ഫ്രണ്ട്സാ പറഞ്ഞു. കൂടെ ജോലി ചെയ്യുന്ന സുനിത വന്ന് പറഞ്ഞപ്പോൾ ആരാവോ എന്ന് ചിന്തിച്ചു പോയി ശ്രേയ. വന്നു നോക്കിയപ്പോൾ സിത്തുവും ഋഷിയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഋഷി വന്നതിനു ശേഷം ശ്രേയ അങ്ങോട്ട് പോയിട്ടില്ല. മാത്രവുമല്ല, സിത്തു ആ സംഭവത്തിന് ശേഷം വലിയ മൈൻഡ് ഇല്ലാത്തതുപോലെ തോന്നി ശ്രേയക്ക്. ഹാ, നിങ്ങളായിരുന്നോ? ഞാനിത് ആരാണെന്ന് വിചാരിച്ചു പോയി. ശ്രേയയെ അങ്ങോട്ട് കണ്ടില്ലല്ലോ. ഋഷിയായിരുന്നു ആ ചോദ്യം ചോദിച്ചത്. ഋഷി വന്നതല്ലേ, കുറേ വിശേഷങ്ങൾ പറയാനുണ്ടാകും എന്ന് കരുതി.
അതല്ല കാരണം, എനിക്കറിയാം. ഞാനൊന്ന് അങ്ങനെ പെരുമാറിയത് കൊണ്ടല്ലേ ശ്രേയ. എടോ, താനൊന്ന് ഊഹിച്ചു നോക്ക്. ആർക്കായാലും ദേഷ്യം വരും. ചില ആളുകൾ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുക. അപ്പളാ ഇങ്ങനെയൊക്കെ, സിത്തു പറഞ്ഞു. അത് കഴിഞ്ഞില്ലേ സിത്തു, ഇനി അത് പറയണ്ട. പിന്നെന്താ? കുടിക്കാൻ കഴിക്കാൻ എന്താ വേണ്ടേ? താൻ ഇറങ്ങാറായല്ലോ. ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 കോഫി മാത്രം മതി. ഡ്യൂട്ടി സമയമായതുകൊണ്ട് ശ്രേയ വേറൊന്നും ചോദിക്കാൻ പോയില്ല. പക്ഷേ ബാക്കി സമയം ജോലി തുടരുമ്പോഴൊക്കെ എന്തിനാണ് സിത്തു താൻ ഇറങ്ങുമ്പോൾ കാണണമെന്ന് പറഞ്ഞത് എന്ന ചിന്തയിലായിരുന്നു. റെസ്റ്റോറൻറ്റിൽ നിന്നും ഇറങ്ങിച്ചെല്ലുമ്പോൾ സിത്തുവും ഋഷിയും കൂടി കൈ കൊട്ടിക്കൊണ്ട് ശ്രേയയെ വിളിച്ചു. ശ്രേയ ചെന്നപ്പോൾ വിവരം തിരക്കി. എന്താ സിത്തു കാര്യം? എന്തിനാ കാണാൻ വെയിറ്റ് ചെയ്തേ? ഞാൻ അങ്ങോട്ടല്ലേ വരുന്നത്, പിന്നെന്താ സിത്തു? എടോ, താനൊന്ന് മനഃപൂർവ്വം വരാതിരുന്നതല്ലേ? അന്ന് മിയ വന്ന ദിവസം ഒരു പെൺകുട്ടിയുടെ മാല മോഷണം പോയ വിവരം അറിഞ്ഞല്ലോ. ഓവ്. അതിനുശേഷം ആ പെൺകുട്ടി എന്നെ ഓഫീസിൽ കാണാൻ വന്നു. അവളുടെ പാരൻസ് എന്നെ ഡിന്നറിന് ക്ഷണിച്ചത് അറിയിക്കാൻ. ആദ്യം ഞാൻ നോ പറഞ്ഞതാ. പിന്നെ നിരസിച്ചില്ല. അങ്ങോട്ട് പോവേണ്ടി വന്നു. അന്നാ ഞാൻ ബർത്ത്ഡേ വിഷയം മറന്നത്. അറിഞ്ഞോണ്ടല്ല. കേട്ടോ ഋഷി, അതോർത്തിട്ടാ ഞാൻ വിഷമിച്ചു കൊണ്ട് നടക്കുകയാണെന്നും ഈ സിത്തുവിൻ്റെ ധാരണ. അന്ന് ഞാൻ കുടിച്ചു വന്ന് ബഹളം വെച്ചത് ഏകദേശം അതുകൊണ്ട് തന്നെയാട്ടോ. പക്ഷേ ശ്രേയക്ക് കുടിക്കാനും ഒറ്റ തിരിഞ്ഞു പോകാനും ഒരു 100 വിഷമങ്ങളുണ്ട് ട്ടോ സിത്തു. അതോർത്ത് വീണ്ടും കുടിക്കും. എടോ, അതോർത്ത് കരഞ്ഞിട്ട് ഇനി എന്താ കാര്യം? കാര്യം നേരാ. തൻ്റെ ഡാഡിയും മമ്മിയും നല്ല നെറികെട്ട പണിയാ കാട്ടിയത്. അവരൊന്നും മറക്കാനും പാടില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ താൻ ഇനി കുടിക്കാൻ പാടില്ല. ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കൊണ്ടാണ് ഞങ്ങൾ വന്നത്. ദേ, ഈ ഋഷിയാണ് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയത്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സിത്തു. എടോ, ദേ ഈ പരസ്യം കണ്ടോ? മുക്തി ഫ്രീ വേൾഡ്. ഇത് നമ്മുടെ ബാംഗ്ലൂരിൽ തന്നെയാ. ഡി അഡിക്ഷൻ സെൻറ്റർ പോലെ താമസിച്ചുമല്ലാതെയും ഇവിടെ ജോയിൻ ചെയ്യാം. തനിക്ക് സൺഡേ പിന്നെ മറ്റു ഹോളിഡേ. ഇനി ഡെയിലി വേണമെങ്കിലും സമയം അനുസരിച്ച് നോക്കാം. 1 അവർ ഡെയിലി. എടോ, താൻ കുടിക്കരുത് ഇനി. ഋഷി നന്നായി അന്വേഷിച്ച് റിസൾട്ട് കിട്ടിയവരുണ്ട്. എൻ്റെ സിത്തു, തനിക്ക് പേടിയായല്ലോ ഞാൻ കുടിച്ച് വന്ന് മുറിയിൽ നിന്ന് ബഹളം വെക്കും എന്ന്. ഇല്ലടാ, ഇനി അങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ട് മാത്രമല്ല, തന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായി കരുതുന്നത് കൊണ്ട് കൂടിയാ. താനൊന്ന് മനസ്സിലാക്ക് ശ്രേയ. ഇത് സമ്മതിച്ചാൽ ഇന്ന് തന്നെ പോയി ജോയിൻ ചെയ്യ്. ജോലിയും നടക്കും, പിന്നെ ഇതും. എൻ്റെ കാര്യത്തിൽ ഞാൻ വലിയ ഇമ്പോർട്ടൻസ് വയ്ക്കുന്നില്ല സിത്തു. ഞാൻ ഇനി ഒരു ശല്യവും ഉണ്ടാക്കില്ല. അങ്ങനെ പറയല്ലേ ശ്രേയ. ശല്യം എന്ന് ഞാൻ പറഞ്ഞോ? തനിക്ക് തൻ്റെ ഫ്യൂച്ചർ നോക്കണ്ടേ? ആ ചിന്തയല്ലേ? അപ്പോൾ ഇതൊന്ന് ശ്രമിക്ക്. ചിലപ്പോൾ ഓക്കെ ആകുമല്ലോ. ശ്രേയ ഒന്ന് ചിന്തിച്ചു. ശരി, ഇനി ഞാൻ സിത്തു പറഞ്ഞ കാര്യം നിരസിച്ചു എന്ന് വേണ്ട. ഞാൻ പോകാം. അത് നീട്ടിക്കൊണ്ടു പോണ്ട. ഇന്ന് തന്നെ പോകാലോ.